ആപ്കെ അദാലത്തിൽ AIMIMന്റെ പ്രസിഡന്റ് അസദുദ്ദീൻ ഓവൈസിയുടെ മേൽ ചുമത്തപ്പെട്ട അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ഡബിൾ ഗെയിം കളിക്കുന്നു എന്നതാണ്. താങ്കൾ നരേന്ദ്രമോദിയുടെ വലിയൊരു വിമർശകനാണെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ്. പാർലമെന്റിലാണെങ്കിലും പുറത്താണെങ്കിലും താങ്കളുടെ സ്പീച്ച് മുഖേന ഞങ്ങൾക്കതെല്ലാം അറിയാം. പക്ഷേ നരേന്ദ്രമോദിയെ എതിർക്കുന്ന മറ്റുള്ള പാർട്ടിക്കാർ ഇത് വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധി തെലങ്കാനയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ ഓവൈസിയും KCRും മോദിയുടെ രണ്ട് സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞു. എനിക്കറിഞ്ഞതുവരെ മോഡിയുടെ ഫ്രണ്ട് രാഹുൽ ഗാന്ധി തന്നെയാ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാ. ഓവൈസി രാജ് മധ്യപ്രദേശിലോ ഇല്ല, ഓവൈസി ഛത്തീസ്ഗഡിലോ ഇല്ല. അവിടെയൊക്കെ ഞാൻ എങ്ങനെയാണ് ജയിച്ചത്? മോഡിയുടെ സഹായം കൊണ്ടാണോ ജയിച്ചത്? ഒരു ദിവസം നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യൂ സർ, അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് വന്നിരുന്നോളാം. അപ്പോൾ ഈ സൈഡിൽ വന്നിരുന്നാൽ പോരെ ഞാൻ? മറ്റേ സൈഡിലാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവരെ പിടിച്ച് ഇരുത്തിയാൽ മതിയായിരുന്നു. എൻ്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് അവരെ കൊണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ അത് കാണുന്നില്ല. 306 സീറ്റിലായിരുന്നു BJP ജയിച്ചത് കേട്ടോ. ഞങ്ങൾ 3 ലോക്സഭയുടെ സീറ്റിന് വേണ്ടിയായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്നത്. ഹൈദരാബാദിലെ ജനങ്ങൾക്ക് നന്ദി പറഞ്ഞേ പറ്റുള്ളൂ, കാരണം അവരവിടെ BJPയെ തോൽപ്പിച്ചിരുന്നു. ഔറംഗാബാദിൽ 61 വർഷം ഇരുന്ന ശിവസേന MPനെ ജനങ്ങളെല്ലാവരും ഇന്ത്യാസ് ഡൽഹിയിലെ MP ആക്കി. കിഷൻഗഞ്ചിൽ ഞങ്ങൾക്ക് 3 ലക്ഷം വോട്ടായിരുന്നു കിട്ടിയിരുന്നത്. കോൺഗ്രസ് അലൈൻ ചെയ്താണ് അവിടുത്തെ വോട്ടൊക്കെ മേടിച്ചെടുത്തതൊക്കെ. പിന്നെ കുറച്ച് വോട്ട് ഒരു സീറ്റൊക്കെ അവർക്ക് കിട്ടിയുള്ളന്നേ ഉള്ളൂ. ശരി, നിങ്ങൾ അതൊക്കെ വിട്. 306 സീറ്റ് എങ്ങനെയാ മോഡി ജയിച്ചത്? അതിനുള്ള ഉത്തരം പറയത്തില്ലേ? അദ്ദേഹം ഉത്തരം നൽകുന്നുണ്ട്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓരോ ലീഡേഴ്സിന്റെ പേരിലും ED കേസുകളുണ്ട്, CBI കേസുകളുണ്ട്. ഓവൈസി സാറിന്റെ വീട്ടിലേക്ക് മാത്രമേ ഇതുവരെ ED പോയിട്ടില്ലെന്ന് ഇല്ല. പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് കുറെ വിഷമങ്ങളൊക്കെ ഉണ്ട്. വിഷമമൊന്നും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്ന ശീലമില്ല എനിക്ക്. പിന്നെ ഇവിടെ എനിക്ക് പുണ്ണുണ്ട്, ഇവിടെ വേദനയുണ്ട്, അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ടെന്നൊന്നും ഞാൻ പുറത്ത് പറഞ്ഞെടുക്കില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ എന്തായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കരഞ്ഞോണ്ട് 24 മണിക്കൂർ ഞാൻ തോറ്റുപോയെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ നിങ്ങളൊക്കെ വിചാരിച്ച? അയ്യോ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഞാൻ ഒരു പൊസിഷനിലോട്ട് വരുന്നോ, ഉറപ്പായിട്ട് ED എൻ്റെ അടുത്ത് തന്നെ വരും. ഒരുപക്ഷെ ഞാൻ മിനിസ്റ്റർ ആവുന്ന സമയത്ത് ആ തെറ്റായ ജോലി ചെയ്താൽ ED എൻ്റെ അടുത്ത് വന്നേക്കും. അതുകൊണ്ടാണ് അവർ പറയുന്നത് സ്നേഹത്തിന്റെ കട ഒരിക്കലും ഓവൈസിക്ക് വേണ്ടി തുറക്കില്ലെന്ന്. സാർ, അല്ല, വളരെ വളരെ നല്ല കാര്യമാണത്. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആ കഥവ് 24 മണിക്കൂറും മൂടി തന്നെ ഇരുന്നോട്ടെ. പാവങ്ങളുടെ കഥവ് എനിക്ക് വേണ്ടി തുറന്നിരിക്കും. ആർക്കൊക്കെ ന്യായം ഇഷ്ടമാണോ അവർക്ക് വേണ്ടി എന്റെ കഥവ് തുറക്കും. മനസ്സും ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ ഞാനിനി അങ്ങോട്ട് പോയി ഞാൻ എന്ത് കാണിക്കാൻ പോവാണ്? ഭവിഷ്യത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, മോദിക്കെതിരായിട്ട് തുടങ്ങി വെച്ച അലയൻസ്, ആ അലയൻസിൽ പോലും താങ്കൾക്ക് സ്ഥാനമില്ല. ഇല്ല, ഇതൊക്കെ അവർ ഓൾറെഡി തീരുമാനിച്ചതാണ്. അതിനായിട്ടുള്ള അനൗൺസ്മെന്റും കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഓവൈസിയെ ഇങ്ങോട്ട് അലോ ചെയ്യാൻ പാടില്ലെന്നുള്ള അനൗൺസ്മെന്റ് അവരവിടെ കൊടുത്ത്. ഇന്ത്യയിലുള്ള സെക്യൂറിലായിട്ടുള്ള ആൾക്കാർക്കുള്ള എലൈറ്റ് ക്ലബ്ബാണിത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അല്ലേ ഈ സ്ഥലത്തൊക്കെ. ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ എന്തായാലും പഠിച്ചെടുത്തു. നമ്മളൊക്കെ കഥവ് പൊട്ടിച്ചോണ്ട് അകത്ത് കയറേണ്ടത്. അങ്ങനെയാണ് ആ കള ഉണ്ടാക്കി എടുക്കേണ്ടത്. ഞാൻ അതിലോട്ട് പോവും. അവന് വിളിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ അതിനു വേണ്ടി? ഞാനൊരു കാര്യം പറയാൻ നിങ്ങൾ കേട്ടോ. UPയുടെ ഗവൺമെന്റില് 2004 തൊട്ട് 2012 വരെ അവർ നന്നായിരുന്നതാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇട്ടിട്ട് പോകുമ്പോ മൻമോഹൻ സിംഗിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്വാനിക്ക് വേണ്ടി വോട്ട് ചെയ്തതായിരുന്നു. അസദുദ്ദീൻ ഓവൈസി മൻമോഹനായിരുന്നു വോട്ട് ചെയ്തത്. അന്ന് ഞാൻ വളരെ നല്ലവനൊക്കെ ആയിരുന്നു. ഇന്ന് നിങ്ങൾ കണ്ടില്ലേ അവസ്ഥ എത്ര മോശമായിരിക്കുന്നെന്ന്. ഒരു കാലത്ത് താങ്കൾ തന്നെ പറയുമായിരുന്നു താങ്കളാണ് എല്ലാവരുടെയും ലൈലയെന്ന്. ഇപ്പോ മജ്നു ഇല്ലാത്തൊരു ലൈലയായിട്ട് മാറിയല്ലോ. സത്യാവസ്ഥ എന്താന്ന് വെച്ചാൽ, ലൈല മജ്നുയുടെ കഥ എന്ന് പറയുന്നത് സത്യാവസ്ഥ നടന്നു. അതിൻ്റെ ഒപ്പം ഇത് 1400 വർഷം മുമ്പ് നടന്ന കഥയാണ്. പക്ഷേ ലൈലയെ ഇപ്പോഴും ജനങ്ങൾ ഓർമ്മ വെച്ചിട്ടുണ്ട്. നാളെയും ജനങ്ങളുടെ ഓർമ്മയിലുണ്ടാവും അത്. എൻ്റെ മജ്നൂസ് കുറേ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് എനിക്ക് ഒരു വിഷമവും ഇല്ല. പേരെല്ലാവർക്കും ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. സാർ, ഇങ്ങോട്ട് നോക്കൂ സാർ. ആപ്കെ അദാലത്ത് എന്ന് പറയുമ്പോൾ ആരുടെ പേരായിരിക്കും ഓർമ്മയിലുള്ളത്? നിങ്ങളുടെ പേരല്ലേ എല്ലാവരും ഓർമ്മ വെക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ കോപ്പി ചെയ്ത് ഒരു ഷോ ഉണ്ടാക്കാം. പക്ഷെ ഒറിജിനൽ നിങ്ങൾ തന്നെയല്ലേ. അതുപോലെ തന്നെയാ സാർ ഈ ലൈല ഒറിജിനലാണ്. ഓർമ്മയിലുണ്ടാവും, ആരെങ്കിലും ഓർമ്മ വെക്കുമല്ലോ. UPയിൽ നിന്നും ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ചാൽ, ഇൻഡോർ, സുൽത്താൻപൂർ, ഫിറോസാബാദ്, അവിടെ സമാജ്വാദി പാർട്ടിയും INLDയും ഒന്നിച്ചാണ് മത്സരിച്ചത്. അവിടെ താങ്കളുടെ കാൻഡിഡേറ്റ് ഉള്ളതുകൊണ്ടാണ് അവർ തോറ്റുപോയത് എന്ന്. UPയിൽ 400 സീറ്റാണുള്ളത്. കോൺഗ്രസ് 400 സീറ്റിലാണ് നിന്നത്. പക്ഷെ 2 ജയിച്ചുള്ളൂ. പക്ഷെ കോൺഗ്രസിന് ആരും ഒന്നും പറയത്തില്ല. മായാവതി സിസ്റ്റർ 400 സീറ്റിൽ നിന്നിട്ട് ഒരെണ്ണമാണ് ജയിച്ചത്. പക്ഷെ അതിനൊന്നും പറയത്തില്ല. പക്ഷെ അസദുദ്ദീൻ ഓവൈസി ബാബു സിംഗ് കുസ്വായുടെ സീറ്റിൽ നിന്നിട്ട് ഒരെണ്ണം പോലും ജയിച്ചിട്ടില്ലായിരുന്നു. 400 സീറ്റിൽ നിന്ന് 1-2 എന്നൊക്കെ പറഞ്ഞ് ജയിക്കുമ്പോൾ ആരും ഒരിക്കലും ഒന്നും പറയാൻ പോകുന്നില്ല.
ശരി, അഖിലേഷ് യാദവ് 2014 പാർലമെന്റ് ഇലക്ഷനിൽ തോറ്റുപോയി. 2017 അസംബ്ലി ഇലക്ഷനിലും അദ്ദേഹം തോറ്റുപോയിരുന്നു. 2019 പാർലമെന്റ് ഇലക്ഷനിലും അദ്ദേഹം തോറ്റതാ. 2020 അസംബ്ലി ഇലക്ഷനിലും തോറ്റുപോയി. മൊത്തത്തിൽ ശരിക്കും 4 ഇലക്ഷനിൽ തോറ്റപ്പോഴും ഇന്നും ജനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ തരും എന്നാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി റെഡ് കാർപ്പറ്റ് ഇടാന്നാ പറഞ്ഞേ. നല്ല റെസ്പെക്ട് ഒക്കെ തരും, പക്ഷെ നിങ്ങളെ വിജയിപ്പിക്കില്ലെന്ന് പറഞ്ഞു. മൗലാന അർഷാദ് മദിനി എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒവൈസി ഇലക്ഷനിൽ ഫൈറ്റ് ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പ്രയോജനം കിട്ടുന്നത് മോദിക്കാണെന്നും. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുക, ഞാൻ ഇതുവരെ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത് പറയാൻ പോകുന്നത്. ഹൈദരാബാദിൽ എൻ്റെ അടുത്ത് UP-യിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2 വലിയ ജഡ്ജസ് ആയിരുന്നു എൻ്റെ അടുത്ത് വന്നിരുന്നേ. പബ്ലിക്കലി ഇതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതാ ശരി. 2 ജഡ്ജസും വന്ന് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരു വലിയ മൗലാനയുടെ മെസ്സേജാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എലക്ഷനിൽ നിന്നും വാപ്പസ് മേടിക്കണമെന്നാ പറഞ്ഞേ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ കടലിൽ നടുക്കാൻ നീന്തിക്കൊണ്ടിരിക്കുന്നത്, എന്നെ കൊണ്ട് പെട്ടെന്നൊന്നും കരയ്ക്ക് വരാൻ കഴിയത്തില്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അന്ന് അവർ സമാജ്വാദി പാർട്ടിയിലോട്ട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ അതെന്ന് പറഞ്ഞു, അലയൻസ് വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു സീറ്റാ വേണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 10 സീറ്റ് വേണം. 10 സീറ്റിൽ സമാജ്വാദി പാർട്ടിയുടെ MLAs ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം 2 ജഡ്ജസും വളരെയധികം സന്തോഷപ്പെട്ടു. നിങ്ങൾ നല്ല രീതിക്ക് വരും, അള്ള നിങ്ങളെ നോക്കിക്കോളൂ എന്നാണ് അവർ പറഞ്ഞത്. അള്ള നിങ്ങളെ ജയിപ്പിക്കും, നല്ലപോലെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയി. അവരവിടെ പോയിട്ട് ഞങ്ങളുടെ ബോസൊക്കെ വളരെ സന്തോഷപ്പെട്ടു എന്നാണെന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനൊപ്പം ട്രൈ ചെയ്യുവാന്നാ പറഞ്ഞത്. ശരി, ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞു. ആ ശ്രമമാണ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്നത് ഇങ്ങനെ. പക്ഷെ ഞാൻ തയ്യാറായിട്ട് തന്നെയാ ഉള്ളത്. ബീഹാർ ഇലക്ഷനിൽ 2 MLAs-ന്റെ RJD കാര്യത്തിൽ രാജ്യസഭയിലുള്ള MLAs ഞാൻ പഴയ ബിൽഡിങ്ങിൽ പോയി കണ്ടിട്ടാണ് വന്നിരുന്നത്. സാർ, ഞങ്ങൾ ലോക്സഭയിൽ നിന്നതാണ്. 3.5 ലക്ഷം വോട്ടും കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. സീമാച്ചലിലാണെങ്കിൽ 5 സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞതാ. ഒരാൾ നല്ലപോലെ പഠിച്ച ആളാന്ന് തോന്നുന്നു, നല്ലപോലെ ഇങ്ങനെ ചിരിച്ചോണ്ട് ചായ കുടിക്കും, കാപ്പി കുടിക്കും എന്നൊക്കെ പറഞ്ഞു. മറ്റൊരാളെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്തിനാ വഴക്കിടുന്നതെന്ന് പറഞ്ഞു. അല്ല, ഇതും ഇന്ത്യയിലല്ലേ ഉള്ളത്. എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ മേത്ത് നല്ല വിശ്വാസമാണ്. അത് മാത്രമല്ല, ഞാൻ പാട്നയിൽ പോയി എല്ലാവരും ഞാൻ കണ്ടതാണ്. പക്ഷെ അവരും തയ്യാറല്ലായിരുന്നു. സോ ഇതിൽ എൻ്റെ തെറ്റ് എന്താണുള്ളത്? ഒരുപക്ഷെ OIC പോളറൈസ് ആവുന്നെങ്കിൽ മോഡിജി 306 സീറ്റ് ജയിച്ചത് എന്നെ കൊണ്ടാണോ? ഇതൊക്കെ പറയേണ്ടതല്ലേ? അദ്ദേഹം 370-ലും ജയിക്കുമെന്നാണ് പറയുന്നത്. ആരുടെ മേത്ത് തെറ്റുണ്ടെങ്കിലും എൻ്റെ മേത്താണ് അവർ ഈ കുറ്റമൊക്കെ പറയുന്നത്. നിങ്ങൾ എല്ലാ തെറ്റും എൻ്റെ മേത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും എല്ലാം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്നെ ഒന്നും പറയാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക്. എന്നെ തന്നെ നിങ്ങൾ എന്തിനാ തെറ്റ് പറയുന്നത്? എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട്? 300 സീറ്റ് നിങ്ങൾ അടിച്ചു. CIA റൂളും താ വന്നിരിക്കുന്നു. ട്രിപ്പിൾ തലാക്കും കുറേ വന്നിരുന്നു. നിങ്ങളുടെ 60 വർഷത്തെ രാഷ്ട്രീയം വേസ്റ്റായെന്നുള്ള കാര്യം ദാ ഇപ്പം അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കമ്പോസീവ് കൾച്ചർ സെക്യൂരിറ്റീസ് ഒക്കെ എവിടെ പോയെന്ന് ഇപ്പൊ പറയണം നിങ്ങൾ. ഇതൊക്കെ ഇന്ത്യയുടെ പാർലമെന്റിൽ മുസ്ലിംസ് എപ്പോഴും ഒരിക്കലും അവരങ്ങനെ ഈക്വലായിട്ട് ഇരുന്നിട്ടില്ല. എപ്പോഴായിരുന്നത്? UP-യുടെ ഗവൺമെന്റ് അവരുടെ മൈനോറിറ്റീസ് ബഡ്ജറ്റാണ് 0. ടോട്ടൽ ബഡ്ജറ്റ് 0.01 ആയിരുന്നു. അങ്ങനെ ഇന്ന് മോഡിജി അത് 0.001 ആക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറ, ഇതിനുള്ള ഉത്തരവാദിത്തം ആരാണ്? കോൺഗ്രസ്സുകാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, കർണാടകയിലുള്ള മുസ്ലിംസ് ഒക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു, അസംബ്ലിയിലേക്ക് വന്നു, ഭരണത്തിൽ വന്നു, BJP തോൽപ്പിച്ചെന്നും പറയുന്നു. വളരെ നല്ല കാര്യം. 26 പാർലമെന്റിലും ജയിച്ചേരെ. 28 പാർലമെന്റ് ഇലക്ഷനിലെ 26 ജയിച്ച് കാണിക്കുക, എന്നിട്ട് പറഞ്ഞാൽ പോരെ? അതല്ലേ ശരിയാവത്തുള്ളൂ. അതിലെന്തോ ഒരു MP സീറ്റാണ് നിങ്ങൾ മുസ്ലിംസിന് കൊടുക്കുന്നതെന്നും പറഞ്ഞേരെ. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നിങ്ങൾ ക്രെഡിറ്റ് കൊടുക്കുന്നതല്ലേ? അവരോടൊരു MP സീറ്റ് കൊടുക്കാൻ പറ, അവർ കൊടുക്കത്തില്ല. വലിയ വലിയ പൊസിഷനിൽ കൊണ്ട് ഇരുത്താൻ പറഞ്ഞാൽ അതിന് സാധിക്കത്തില്ലല്ലോ. വോട്ട് മേടിക്കാൻ അറിയാം. ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നോക്കുവാണെങ്കിൽ ഒരു അൺറിട്ടൺ റൂളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, മുസ്ലിംസിന്റെ വോട്ട് ആർക്കൊക്കെ വേണോ അവരൊക്കെ ദൂരത്തിൽ പോയി നിൽക്കും. വോട്ട് ഇട്ടിട്ട് സൈലന്റ് ആയിട്ടിരിക്കാനാ പറയുന്നത്. മോഡിജി മുസ്ലിംസിന്റെ വോട്ട് വേണ്ടെന്നാ പറയുന്നത്. അത് മാർജിനലൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുമല്ലേ. ഇലക്ഷൻ സമയത്ത് മോഡിജി സബ്കാ സാത്ത്, സബ്കാ വിശ്വാസ്, സബ്കാ വികാസ്, സഹോദരി സഹോദരന്മാരെന്നൊക്കെ പറയും. അതിനുശേഷം അത്രേ ഉള്ളൂ. ഇതുകൊണ്ടാണോ താങ്കളെ മോദിജിയുടെ B ടീം എന്ന് എല്ലാവരും വിളിക്കുന്നത്? ഒരിക്കലും ഇല്ല, എല്ലാം നുണതല്ല. എല്ലാവരെക്കാളും കൂടുതൽ മുസ്ലിംസിനെ പറ്റി സംസാരിക്കുന്നത് താങ്കളാണ്. എന്തുകൊണ്ടാ സംസാരിക്കാൻ പാടില്ലാത്ത? ഇപ്പോ സമാജ്വാദി ഇല്ല, BJP-യുടെ രാജ്യസഭാ കാൻഡിഡേറ്റ് ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദു ആയിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ചേട്ടൻ വന്ന് എല്ലാവരും അപ്പർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണ് വോട്ട് ചെയ്യുന്നത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അക്കാളികൾ തെരഞ്ഞെടുപ്പിൽ നിന്നില്ലേ? ഭഗവത് മാനും നിപ്പുണ്ട്. സിഖൊക്കെ അവർക്കാണ് വോട്ട് ചെയ്യുന്നതും. വേറെ വോട്ടും കിട്ടുന്നുണ്ട്. മറാഠയ്ക്ക് വോട്ട് ചെയ്യുന്നില്ലേ? പാർട്ടീസ് എല്ലാം കണ്ടിട്ടല്ലേ ഈ ടിക്കറ്റൊക്കെ കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഈ കോൺസ്റ്റിറ്റ്യൻസി തന്നെ കറക്റ്റായിട്ടുള്ള എല്ലാ കമ്മ്യൂണിറ്റിക്കാർക്കും ഓരോന്നെടുത്ത് കൊടുക്കുക. അങ്ങനെയല്ലേ ഇവർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം ഈ ജയൻ ചൗധരി എന്തിനാ ഇങ്ങോട്ട് വന്നേ? കാരണം അദ്ദേഹം ഒരു ജാട്ട്. വെസ്റ്റേൺ UP-യിലുള്ളവർ BJP-ക്കാരെല്ലാം സ്വീപ്പ് ചെയ്യാൻ നോക്കുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചോണ്ട് വന്നത്.
നിങ്ങൾ റിതേഷ് പാണ്ഡെ എന്തുകൊണ്ടാണ് വിളിച്ചോണ്ട് വന്ന അദ്ദേഹം അപ്പർ കാസ്റ്റ് ആയതുകൊണ്ടല്ലേ? ഇതുപോലത്തെ കുറെ എക്സാമ്പിൾ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയും. മുസ്ലിം സപ്പോർട്ടുള്ള ആരും താങ്കളുടെ അടുത്തേക്ക് വരാത്തതിന്റെ കാരണം എന്താണ്? ഇല്ല, എനിക്ക് ആരും വരേണ്ട ഒരാവശ്യവും ഇല്ല. ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മുസ്ലിംസ് നടന്ന 17-18 ലോക്സഭ ഇലക്ഷനില് വോട്ടിടുന്നവരെ എല്ലാവരും ഉള്ളൂ, വോട്ട് മേടിക്കുന്നവരാരും ഇല്ല. എന്നാണോ വോട്ട് മേടിക്കുന്നവരായിട്ട് മാറുന്നത്, അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയം നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ പൊളിറ്റിക്സിൽ 2 വലിയ പാർട്ടിയുണ്ട്, BJP പിന്നെ കോൺഗ്രസ്. നിങ്ങളെ ഉദ്ദേശിച്ച് നിങ്ങളുടെ വലിയ കോമ്പറ്റീഷൻ ആരാണ്? BJP രണ്ടുപേരും ഒന്ന് തന്നെയാ, രണ്ട് വശം എന്നൊക്കെ പറയാം കോയിന്റെ. ഒരു വ്യത്യസ്തതയും ഇല്ല. പക്ഷേ രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു യാത്ര നടത്തുകയുണ്ടായി, ഭാരത് ജോഡോ യാത്രയെന്ന്. സർ, അവരുടെ സ്മോക്ക് പേഴ്സണായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും ആവാൻ കഴിയത്തില്ല. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ, അത് അദ്ദേഹം തന്നെ പറയണ്ടേ. മാഷാ അല്ലാ, അദ്ദേഹം നല്ലപോലെ പഠിച്ചിട്ടുണ്ട്, നല്ല ടാലന്റഡ് പേഴ്സൺ ആണ്, വലിയ കുടുംബത്തിൽ നിന്നാണ് വന്നത്. അതിൻ്റെ ഒപ്പം അവരുടെ കുടുംബത്തിൽ നിന്ന് ഒന്നല്ല എത്രയെന്ന് വെച്ചാൽ 3 പ്രധാനമന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല എനിക്ക്. താങ്കളെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത വലുതുണ്ടോ? സാർ, എന്നെക്കുറിച്ച് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ പ്രധാനമന്ത്രി ആവാൻ ആഗ്രഹമില്ല, മന്ത്രിയാകാനായിട്ടുള്ള ആഗ്രഹവും ഇല്ല. എൻ്റെ ജീവിതത്തിലുള്ള എയിമും എൻ്റെ ടാർഗറ്റും ലക്ഷ്യവും എല്ലാം വേറെ തന്നെയാണ്, വഴിയൊക്കെ വേറെയാ. ആർക്ക് പ്രൈം മിനിസ്റ്റർ ആവണോ അവർ മോഡിജിയുടെ ഐഡിയോളജി എല്ലാം എതിർത്ത് നിന്നാൽ മതി. ഐഡിയോളജി വെച്ചോണ്ട് നിങ്ങൾ ആരും എതിർത്ത് നിൽക്കാൻ വരുന്നില്ലല്ലോ. നിങ്ങളുടെ മതത്തിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഒറ്റ പിച്ചിലാണെങ്കിൽ നല്ല രീതിക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവില്ലേ? മോഡിജി നിങ്ങളെ ഏത് പിച്ചിലാണോ കളിപ്പിക്കണമെന്ന് വിചാരിക്കുന്നത് ആ പിച്ചിൽ തന്നെ നിങ്ങൾ കളിക്കുന്നത്. എന്തോരം തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, എന്തോരം കാര്യങ്ങളാണ് നിങ്ങളും കാണുന്നത് ഓരോ ദിവസവും. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പാർട്ടിയിലുള്ളവരാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അമിത്ഷാ എന്താ പറയുന്നത് വെച്ചാൽ, കോൺഗ്രസിന്റെ അടുത്ത് ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്, അത് വീണ്ടും ലോഞ്ച് ചെയ്യുന്നു, പക്ഷെ ടേക്ക് ഓഫ് ആവുന്നില്ല എന്ന്. എന്നെക്കൊണ്ട് അമിത്ഷായെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. കാരണം നിങ്ങളെല്ലാം കൊടുക്കാൻ നോക്കുമല്ലേ എന്നെ. ഒരു സൈഡിൽ രാഹുൽ ഗാന്ധി, ഒരു സൈഡിൽ അമിത് ഷാ. എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ലോറിക്ക് നടുക്കുള്ള അവസ്ഥയാണ്.